ഇന്നലെ ജാസ്മിനോട് ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തിനാണ് ഞാൻ നിങ്ങളെടുത്ത് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളിങ്ങനെ മുഖം കാണിക്കുന്നതെന്ന്. സത്യത്തിൽ ലാലേട്ടൻ അത് ചോദിച്ചത് പല അർത്ഥത്തിലാണ്. അത് ജാസ്മിനോട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ലാലേട്ടൻ ഇന്നലത്തെ എപ്പിസോഡ് ഭയങ്കര അട്ടർ ഫ്ലോപ്പായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് മറ്റുള്ളവർക്കെല്ലാം നെഗറ്റീവ്, പല ആളുകൾക്കും നെഗറ്റീവായിട്ട്. ഇപ്പം ജാസ്മിനെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ജാസ്മിനെ മാത്രം പറഞ്ഞു എന്ന്, ജിൻഡോയെ പറഞ്ഞാൽ ജിൻഡോയെ മാത്രം പറഞ്ഞു എന്ന്, ഇപ്പോൾ സിബിനെ പറഞ്ഞപ്പോൾ സിബിനെ മാത്രം പറഞ്ഞു എന്ന്. അങ്ങനെ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അത്ര ഇതില്ലാതെ ആ ബൂസ്റ്റിംഗ് ഇല്ലാതെ പോയത്. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അടുത്ത ആഴ്ച എനിക്ക് ഇതുപോലെ തന്നെ ആയിരിക്കും. കാര്യം പ്രേക്ഷകർക്ക് ഇങ്ങനെ പോകുന്നതിൽ ഇഷ്ടം. ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തവിളി മൊത്തം ലാലേട്ടനാണ്. ഇതൊരു ബിഗ് ബോസ് ഷോ ആണെന്ന് പോലും ബോധമില്ലാത്ത ആൾക്കാരാണ് ഉള്ളത്, അല്ലേ? എന്തായാലും ഇന്നലെ ആ ബെഡിൻ്റെ കാര്യം പറഞ്ഞത്, ബെഡിൻ്റെ എല്ലാ റൂമും കണക്കായിരുന്നു. പക്ഷേ ജാസ്മിൻ്റെ റൂമിൽ എടുത്ത് കാണിക്കുന്നത് പറഞ്ഞാൽ അടുത്ത് തന്നെ ആയതുകൊണ്ടാണ് എടുത്ത് കാണിച്ചത്. അപ്പം അവിടെ ലാലേട്ടൻ പറയുമ്പോൾ ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ജാസ്മിൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അൻസിബ ജാസ്മിൻ്റെ പേര് മാത്രം പറഞ്ഞത് കൊണ്ടായിരിക്കും അത് അവിടെ ആ ഫേസ് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലാലേട്ടനോടുള്ള ദേഷ്യം പോലും എനിക്ക് തോന്നിയില്ല. ചിലപ്പം ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് അൻസിബ അത് പറഞ്ഞപ്പോൾ അൻസിബയോട് ആ ഒരു മുഖം കാണിച്ച പോലെ തോന്നി. കാര്യം അൻസിബ ജാസ്മിനെയാണല്ലോ പറഞ്ഞത്, ജാസ്മിൻ്റെ ഡ്രസ്സുകളാണ് മൊത്തം കിടക്കുന്നത്, ജാസ്മിനാണ് എല്ലാം അലങ്കോലാക്കി ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് അതിനകത്ത് അൻസിബ ഓൾറെഡി പറഞ്ഞതാണ് ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് മടക്കിയില്ല ലാലേട്ടാ, സോറി എന്ന് പറഞ്ഞു. അതവിടെ തീർന്നു. അതേസമയം ജാസ്മിൻ അവിടെ കിടന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയാൽ ഓക്കെ എന്ന് പറയുക. പിന്നെ അൻസിബയോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലാലേട്ടൻ പോയി കഴിഞ്ഞ് ഒരുപാട് അവസരങ്ങളുണ്ട്. എന്തിനാണ് എൻ്റെ മാത്രം പറയുന്നത്, എൻ്റെ മാത്രം ഡ്രസ്സല്ലല്ലോ അവിടെ കിടന്നത്, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ലോ അങ്ങനെ ചെയ്തിട്ടത് എന്ന് പറയാം. ലാലേട്ടനെ മുന്നിൽ വെച്ച് ന്യായീകരിക്കേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് നെഗറ്റീവ് തന്നെ ആവും വീണ്ടും. ഇതാണ് ഞാൻ പറയുന്നത്. ജാസ്മിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ എന്താണ് പറയുന്നതെന്ന് ഓർക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അല്ലെങ്കിൽ ആ ഒരു അവസരം നോക്കാതെ പെരുമാറും. അത് തന്നെയാണ് ഇന്നലെ ജാസ്മിന് സംഭവിച്ചത്. അവസരം നോക്കാതെ പെരുമാറും. ജാസ്മിന് പിന്നീട് അവസരമുണ്ട്, അവിടെ ഉണ്ടല്ലോ, ആളവിടെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ പുറത്തേട്ട് പോകുക എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറഞ്ഞിട്ട് പോകാമല്ലോ. ലാലേട്ടനൊരു കാര്യം പറയുമ്പോൾ ലാലേട്ടന് റെസ്പെക്റ്റ് കൊടുക്കാത്ത രീതി സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. അത് ആരാണെങ്കിലും ഒട്ടും ശരിയല്ല. എന്തായാലും ഇന്നലെ ജാസ്മിൻ്റെ സ്വഭാവം എനിക്ക് ഒട്ടും ശരിയായിട്ട് തോന്നിയില്ല. ജാസ്മിന് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നിയത് അൻസിബയ്ക്ക് ജാസ്മിനോട് ഉള്ള ദേഷ്യം കാരണം എല്ലാം ജാസ്മിന് മണ്ടേ വെക്കുന്നതാണ്. അത് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു. ആ അവസരത്തിനൊത്ത് പറഞ്ഞെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് പോസിറ്റീവ് ആകാൻ കഴിയും. കാര്യം എല്ലാ റൂമുകളും ഓരോപോലെ ആയിരുന്നു. ഇപ്പോൾ അവരുടെ റൂമിൽ മാത്രമാണ് ഒരാളുടെ ബെഡ് വെച്ച് ബാക്കിയെല്ലാം നീറ്റായിട്ട് ഇട്ടുന്നത്. ബാക്കി എല്ലാ റൂമുകളും ഇങ്ങനെ വാരി വെച്ചിട്ടിരിക്കുകയാണ്. അപ്പം പറയാനൊരു അവസരം ഉണ്ടായിരുന്നു ഇതിന് ശേഷം. പക്ഷെ അത് ആ രീതിയിൽ ഉപയോഗിക്കാൻ ജാസ്മിന് കഴിഞ്ഞില്ല, അല്ലേ? പക്ഷേ ലാലേട്ടനെ മുന്നിൽ വെച്ച് അങ്ങനെ ലാലേട്ടന് റെസ്പെക്റ്റ് ഇല്ലാതെ കാണിക്കുന്നത് വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.